വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സീക്വൻസിൻ്റെ ലിമിറ്റാണ് ഡിഫൈൻ ചെയ്തത് അല്ലേ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു എ ആൻഡ് ബി എ സീക്വൻസ് ആണെങ്കിൽ എന് ഒരു യുണീക്ക് നമ്പർ എല്ലിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആസ് എൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് എൻ എന്നുള്ള സീക്വൻസ് ഒരു യുണീക്ക് നമ്പറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നും ആ കേസിൽ എൽ എന്ന് പറയുന്നത് ആ സീക്വൻസിൻ്റെ ലിമിറ്റാണ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതിന് കൂടെ തന്നെ നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു എപ്സിലൺ എൻ ഡെഫിനിഷനും പറഞ്ഞു അല്ലേ. എപ്സിലണും കൂടെ ആയിട്ടുള്ളൊരു ഡെഫിനിഷൻ, എപ്സിലൺ എൻ ഡെഫിനിഷൻ പറഞ്ഞാൽ എന്താണ്? ഇത് സെയിം കാര്യം തന്നെ. if for every epsilon greater than 0 there correspond an integer capital N such that modulus of n minus L is less than epsilon for all n greater than or equal to n. ഇതാണ് നമ്മൾ എപ്സിലൺ എൻ ഡെഫിനിഷൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എപ്സിലൺ എൻ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത്. ഞാൻ അവിടെ തന്നെ പറഞ്ഞിരുന്നു എപ്സിലൺ എൻ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മളെടുത്ത് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് പ്രോബ്ലംസാണ് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/2n+1 ഈക്വൽ ടു 0 യൂസിങ് എപ്സിലൺ എൻ ഡെഫിനിഷൻ. അതായത് നമ്മൾ ടെക്സ്റ്റിൽ 2 പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയത് അത് തന്നെ ചെയ്യുന്നില്ല, അതിന് നോട്ട്സ് തരാം, അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് നോക്കാം. കൂടെ ഈ വീഡിയോ കൂടെ കാണുന്നത് സപ്ലിമെൻ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/2n+5 ഈക്വൽ ടു 0 യൂസിങ് എപ്സിലൺ എൻ ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ഏതാണ്? 2/2n+5 ആണ് അല്ലേ. ആ സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് കാണുക എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ ഉദ്ദേശം. എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? എപ്സിലൺ എൻ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഡെഫിനിഷനകത്ത് പറയുന്നില്ല ഒരു ക്യാപിറ്റൽ എൻ ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there correspond an integer capital N such that modulus of n minus L is less than epsilon for all n greater than or equal to n. ആ എന്നിനേക്കാളും മുകളിലുള്ള ഏതൊരു എന്നിനും ആ സീക്വൻസിലെ nth ടേമും ആ ലിമിറ്റ് പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആ ഒരു എൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു എൻ എക്സിസ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ക്വസ്റ്റിനകത്ത് തന്നെ ലിമിറ്റ് എന്താണ്? 0 ആണ് തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ ആ 0 ആണെന്നുള്ള അസംഷനിൽ തന്നെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, അതിൽ ആ സ്റ്റേജ് ആ എൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട്. സോ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കിയിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/2n+5 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ലിമിറ്റ് 0 ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുകയാണ്. By definition of limit, here we know that 0 is the limit of the sequence an here where a എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് സീക്വൻസ് ഇട്ടു where an equal to 2/2n+5. Then we choose an epsilon if for any epsilon greater than 0 we are able to ഇത് 0 എന്നുള്ള ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു n ഫൈൻഡ് ചെയ്യാൻ കഴിയണം. ഓക്കെ, we are able to find a natural number capital N such that modulus of an minus 0 is less than epsilon for all n greater than or equal to n. അതായത് ആ എപ്സിലൺ ഡെഫിനിഷൻ ആണല്ലേ. if for every epsilon greater than 0
there correspond a natural number capital N such that modulus of an minus 0 is less than epsilon for all n greater than or equal to n. അങ്ങനെ ഒരു n നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ നമ്മളിനി ഇവിടുത്തെ കേസ് ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കുണ്ടാവും മോഡുലസ് ഓഫ് an മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എന്താ വരിക നമുക്ക് മോഡുലസ് ഓഫ് a എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത് ഇവിടെ 2/2n+5 ആണല്ലേ. സോ 2/2n+5 മൈനസ് 0 ആണ്. സോ നമ്മൾ മോഡുലസ് ഒഴിവാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ 2/2n+5 എന്നാണ്. ഓക്കെ. അപ്പോൾ ചില കേസിൽ ഇവിടെ 0 അല്ല ലിമിറ്റെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ 1/2 2/3 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ട് ആ കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടേം ചെയ്ത്. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല. ഓക്കെ. ഹെൻസ് മോഡുലസ് ഓഫ് an മൈനസ് 0 നമ്മൾ ഇത് ചെയ്യാണ്ട് നമുക്ക് ഇങ്ങനെ മോഡുലസ് ഓഫ് an മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അങ്ങനെയാണെങ്കിൽ ഈ n എന്താണ് എന്നാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. മോഡുലസ് ഓഫ് an മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലൺ if 2/2n+5 is less than epsilon. എഴുതിയത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ആദ്യം ഇത് ഡെഫിനേഷൻ എഴുതിയതാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു ഈ മോഡുലസ് ഓഫ് എ ഇപ്പോൾ ഏത് കേസിലാണെങ്കിലും ഏത് പ്രോബ്ലം ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. നമ്മൾ എടുത്ത ഇപ്പോൾ ഇവിടെ എ സീക്വൻസിന് നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എ എഴുതി. നിങ്ങൾ എസ് എന്നാണെങ്കിൽ എസ് എന്തായിക്കോട്ടെ അവിടെയുള്ള എന്താണ് സീക്വൻസ് ഉണ്ടല്ലോ ആ സീക്വൻസ് മൈനസ് ഇവിടെ തന്ന ലിമിറ്റ് 0 ആയതുകൊണ്ടാണ് കേട്ടോ 0 എഴുതിയത്. ആ തന്ന സീക്വൻസും ആ ലിമിറ്റും. ഓക്കെ. മോഡുലസ് ഓഫ് an മൈനസ് അതായത് ആ മോഡുലസ് ഓഫ് an മൈനസ് എൽ എന്നുള്ള ടേമില്ലേ അതാണ് ആ മോഡുലസ് ഓഫ് an മൈനസ് 0 എന്താണ് എന്നൊന്ന് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനിയുള്ള ശരിക്കും ഹെൻസ് മോഡുലസ് ഓഫ് an മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇഫ് ഇത് എപ്സിലോൺ ആണെങ്കിൽ ഇത് ഈക്വൽ ആണ് ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ലെസ് ദാൻ എപ്സിലോൺ എഴുതിയതാണ്. ക്ലിയർ ആണല്ലോ. മോഡുലസ് ഓഫ് n മൈനസ് 0 ഈസ് ഈക്വൽ ടു 2/2n+5 നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് n മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലൺ ഇഫ് ഇത് ലെസ് ദാൻ എപ്സിലൺ ആണെങ്കിൽ എന്താവണം ഇത് ലെസ് ദാൻ എപ്സിലൺ ആവണം. 2/2n+5 ഈസ് ലെസ് ദാൻ എപ്സിലൺ. ദാറ്റ് ഈസ് ഇഫ് ഈ എപ്സിലൺ ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ. 2/epsilon ഈസ് ലെസ് ദാൻ 2n+5. ഓക്കെ. നമുക്കിവിടെ n മാത്രമായിട്ട് കിട്ടണം. സോ അതിന് 5നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 2n ഈ 2n ഈ സൈഡിൽ 5നെ കൊണ്ടുവരികയാണെങ്കിൽ 2n ഈസ് ഗ്രേറ്റർ ദാൻ 2/epsilon മൈനസ് 5. സൈൻ മാറിയിട്ടില്ല. ഇവിടെ തന്നെ ഇങ്ങനെ എഴുതാൻ ലെസ് ദാൻ ആക്കിയിട്ട് തന്നെ എഴുതാം കേട്ടോ. 2/epsilon 5നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ -5 എന്നാണ് വരിക. അപ്പോൾ ഞാനിവിടെ n എന്നുള്ള ഭാഗത്ത് ഗ്രേറ്റർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഒന്ന് ചേഞ്ച് ചെയ്തത്. 2n ഈസ് ഗ്രേറ്റർ ദാൻ 2/epsilon മൈനസ് 5. ദെൻ n ഈസ് ഗ്രേറ്റർ ദാൻ 2 കൊണ്ട് ടോട്ടലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇവിടെ 1/epsilon മൈനസ് 5/2. അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ് മോഡുലസ് ഓഫ് an മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ if n ഗ്രേറ്റർ ദാൻ 1/epsilon മൈനസ് 5/2. ഇവിടെ നിന്ന് ഇവിടെ എത്തി നമ്മൾ എടുത്തത് എന്താണ് മോഡുലസ് ഓഫ് n മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇഫ് 2/2n+5 ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതിലൊന്ന് സോർട്ട് ചെയ്ത് എഴുതി അതിന് n മാത്രമാക്കി എടുക്കുക. അത് ഏത് പ്രോബ്ലം ആണെങ്കിലും ഈ ടൈപ്പാണ് കേട്ടോ. സീക്വൻസ് മാറുന്നത് മാത്രമേ ഉള്ളൂ. മോഡുലസ് ഓഫ് an മൈനസ് എപ്സിലോൺ modulus of an minus 0 is less than epsilon if എന്താണ് കിട്ടി നമുക്ക് n ഗ്രേറ്റർ ദാൻ 1/epsilon മൈനസ് 5/2 ആണ് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഇൻറ്റിജർ അല്ലല്ലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ എപ്സിലോൺ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ എപ്സിലോൺ ജസ്റ്റ് മെൻഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 0.1 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 1/0.1 ചെയ്താൽ നമുക്ക് കിട്ടും ഒരു വാല്യൂ കിട്ടില്ലേ. അപ്പം എന്താണ് ആ വാല്യൂ എന്തായി വരും 1/0.1 വരുമ്പോൾ നമുക്ക് 10 കിട്ടും. 10 മൈനസ് 5/2 എന്ന് പറയുമ്പോൾ എന്താ 2.5 എന്ന് വരും അല്ലേ. 10 മൈനസ് 2.5 ആയിരുന്നെങ്കിൽ എന്താണ് 7.5. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 7.5
7.5-നേക്കാളും മുകളിലേക്കുള്ള ഏതൊരു എന്നിനും എന്തായിരിക്കും ആ മോഡുലസ് ഓഫ് n മൈനസ് 0 ഈസ് ലെസ് ദാൻ ആപ്സിലൺ ആയിരിക്കും. അതായത് ആ സീക്വൻസിലെ nth ടേമും അതിൻ്റെ ലിമിറ്റ് ഈ 0 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, വളരെ കുറവാണ്. അതായത് n ഗ്രേറ്റർ ദാൻ 7.5, അതായത് n ഈക്വൽ ടു 8 മുതൽ ഈ ഒരു നമ്പർ 0 എന്നുള്ള നമ്പറും ഈ സീക്വൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് വരികയാണെന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് ഈ 0യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേജ് ഏതാണ്, n ഗ്രേറ്റർ ദാൻ 7.5. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, ഇതിന് ആപ്സിലൺ ഈക്വൽ ടു 0.1 ആയിട്ട് എടുത്തിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വന്നത് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും മോഡുലസ് ഓഫ് n മൈനസ് 0, അതായത് n മൈനസ് എൽ എന്നുള്ള സ്റ്റേജ് കണ്ടിട്ട് ഇതിൽ നിന്ന് n മാത്രമാക്കി എടുക്കാം. സോ ചൂസ്, നൗ ടേക്ക് ക്യാപിറ്റൽ N ഈക്വൽ ടു 1/epsilon മൈനസ് 5/2. നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ തന്നെ നമുക്കിവിടെ ഈ n, വി ഹാവ് ടു ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ n കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ ആ n നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെ ഈ കിട്ടുന്ന നമ്പർ ഏതാണോ അതിന് നമ്മൾ n ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 1/epsilon മൈനസ് 5/2 നമ്മൾ എടുത്തു. ഇനി എടുത്തിട്ട് അഗെയിൻ ഈ എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക, ദെൻ n greater than or equal to, n implies that n greater than or equal to 1/epsilon minus 5/2, which implies that നമ്മൾ ഇവിടെ n greater than or equal to 1/5 minus 5/2 ആണെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് വന്നാൽ ഇത് തന്നെയാണ് കിട്ടുക. which implies that modulus of n minus 0 is less than epsilon. that is modulus of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ modulus of 2/2n plus 5 minus 0 is less than epsilon. Okay, hence by definition limit n tends to infinity 2/2n plus 5 is equal to 0. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഡെഫിനിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n tends to infinity 2/2n plus 5 equal to 0 എന്ന് ചെയ്യാനായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞു ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്യാപിറ്റൽ n, ആ ഇൻഡിജർ അല്ലെങ്കിൽ ആ നാച്ചുറൽ നമ്പർ ആ സ്റ്റേജ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആ ഡെഫിനിഷൻ മാത്രം യൂസ് ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് ആ ഡെഫിനിഷൻ എഴുതുക, ആ ഡെഫിനിഷൻ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ ടെക്സ്റ്റിൽ 2 ക്വസ്റ്റ്യൻ സീക്വൻസ് 1/n കേസും വേറൊരു സീക്വൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഈ വീഡിയോ നോക്കുക, ആ 2 പ്രോബ്ലം കൂടെ നോക്കുക, എന്നിട്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ, പക്ഷേ ഇതിലെ ക്വസ്റ്റ്യൻ വേറെ മോഡലാണ്. ക്വസ്റ്റ്യൻ ഇതിൽ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ n സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് 2n/n plus 3 minus 2 is less than 1/5 for all n greater than or equal to n. സീക്വൻസ് ലെസ് ദാൻ 1/5 ആവുന്ന ആ n ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ആപ്സിലൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനായിരുന്നു. അങ്ങനെ ചോദിച്ചാലും ഫൈൻഡ് ദ പോസിറ്റീവ് ഇൻറ്റിജർ n എന്ന് ചോദിച്ചാലും ചെയ്യുന്നത് സെയിം ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n tends to infinity 2n/n plus 3 equal to 2. അപ്പോൾ വേറെ ചെയ്യാനൊന്നുമില്ല, ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഇത് അങ്ങനെ n ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ആ ഡെഫിനിഷൻ തന്നെയല്ലേ. ഇതൊരു സീക്വൻസ് ആയിട്ട് എടുത്താൽ മോഡുലസ് ഓഫ് Sm മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ദെൻ L ഈസ് ദ ലിമിറ്റ് ഓഫ് ദിസ് സീക്വൻസസ് എന്നാണല്ലേ. അത് തന്നെയാണ് തന്നിട്ടുള്ളത്. ഈ 2n/n plus 3ൻ്റെ ലിമിറ്റാണ് 2 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മോട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു n ഉണ്ട് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് തന്നെ എഴുതാം. പിന്നെ അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്. ദെൻ കൺസിഡർ മോഡുലസ് ഓഫ് 2n/n plus 3 minus 2. ഓക്കെ,
അതെന്താണെന്ന് സോൾവ് ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 2n ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മൈനസ് 2 ഇൻറ്റു n+3 ബൈ n+3 അല്ലേ. ഇനിയൊന്നും എഴുതാൻ മാത്രമേ ഇല്ല. സോ 2n മൈനസ് 2n എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ മൈനസ് 6 ബൈ n+3 എന്ന് വരും. സ്മോളേഴ്സ് ആയതുകൊണ്ട് തന്നെ 6 ബൈ n+3. ഓക്കെ, ദെൻ നമ്മൾ എഴുതുകയാണ്. ഹെൻസ് മോഡുലസ് ഓഫ് 2n ബൈ n+3 മൈനസ് 2 ഈസ് ലെസ് ദാൻ 1/5 if 2n by n+3 minus 2 is equal to എന്താണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 6 by n+3 അല്ലേ. 6 by n+3 is less than 1/5. ഓക്കെ, നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. സോ ദാറ്റ് ഈസ് ഇഫ് ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എണ്ണ് മാത്രമാക്കി എഴുതണം. സോ 6 × 5 is equal to 30 is less than n+3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇഫ് 30 minus 3 27, ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ 27. ദാറ്റ് ഈസ് നമ്മൾ ഇവിടുന്ന് എവിടെ വരെ എത്തി? ഇവിടുന്ന് ഇവിടേക്ക് എത്തി. മോഡുലസ് ഓഫ് 2n ബൈ n+3 മൈനസ് 2 ഈസ് ലെസ് ദാൻ 1/5 ഇഫ് n ഗ്രേറ്റർ ദാൻ 27. അപ്പോൾ നമുക്ക് n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n ആയിട്ടുള്ളൊരു n ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ചൂസ് ചെയ്യുക എന്താണ്? സോ ചൂസ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു എന്തെടുത്താൽ മതി? മിനിമം 28 എടുത്താൽ മതി. 27ൻ്റെ മുകളിലേക്കുള്ള ഏത് n വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളിവിടെ 28 തന്നെ ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. 27ൻ്റെ മുകളിലേക്കുള്ള ഏതൊരു ഇൻഡിജറോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ ചൂസ് n is equal to 28. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ പോസിറ്റീവ് ഇൻഡിജർ ക്യാപിറ്റൽ N സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് 2n ബൈ n+3 മൈനസ് 2 is less than 1/5 ആയിട്ടുള്ള ഒരു ഇൻഡിജർ ചൂസ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. സോ അങ്ങനെയുള്ളൊരു ഇൻഡിജർ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നു. n is equal to 28. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് ലിമിറ്റ് n tends to infinity 2n ബൈ n+3 is equal to 2 എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ച സെക്കൻഡ് പാർട്ട്. അതിന് ഒന്നുമില്ല, നമ്മൾ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 27 അല്ലേ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നിടുകയാണെങ്കിൽ 28 ഇട്ടാൽ മതി. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 27 നമുക്ക് എന്താണെന്ന് കിട്ടിയപ്പോൾ മോഡുലസ് ഓഫ് 2n ബൈ n+3 മൈനസ് 2 ഈസ് ലെസ് ദാൻ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 1/5. 1/5 എന്ന് പറയുമ്പോൾ ഹിയർ എന്താണ്? എപ്സിലോൺ ആയിട്ട് നമുക്ക് എന്ത് എടുത്താൽ മതി? 1/5 ആയിട്ട് എടുത്താൽ മതി. സോ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 27 മോഡുലസ് ഓഫ് 2n ബൈ n+3 മൈനസ് 2 ഈസ് ലെസ് ദാൻ 1/5. ദെൻ ബൈ എപ്സിലോൺ, ഇത് എപ്സിലോൺ ബൈ n ഡെഫിനിഷൻ അല്ലേ, എപ്സിലോൺ n ഡെഫിനിഷൻ ആണല്ലോ. ദെൻ ബൈ എപ്സിലോൺ n definition we have limit n tends to infinity 2n by n+3 is equal to. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ എങ്ങനെ ഒരു n നമുക്ക് കണ്ടുപിടിച്ചു നമ്മൾ ആദ്യം. സോ നമുക്ക് എപ്സിലോൺ എന്നിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റില്ലേ. ഫോർ ഓൾ n അങ്ങനെ ഒരു n കിട്ടിയതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എപ്സിലോൺ n ഡെഫിനിഷൻ പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് Sn മൈനസ് L ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു n ആണെങ്കിൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി Sn ഈക്വൽ ടു L എന്നാണ്. സോ ഫോർ ഇവിടെ നമ്മൾ എപ്സിലോൺ ആയിട്ട് 1/5 എന്നും n ആയിട്ട് 27ൻ്റെ മുകളിലേക്കുള്ള ഏത് ഇൻഡിജർ പോസിറ്റീവ് ഇൻഡിജറും എടുക്കാമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് എപ്സിലോൺ n ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2n ബൈ n+3 ഈസ് ഈക്വൽ ടു 2 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ സെക്ഷനിൽ തന്നെ കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഇതിന് തന്നെ വേറൊരു ക്വസ്റ്റ്യന് ബുക്കിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സപ്ലിമെൻ്ററി എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യന് ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. എപ്സിലോൺ ഡെഫിനിഷന് പഠിക്കണം നിങ്ങൾ ലിമിറ്റ് ശരിക്കും, പക്ഷേ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാറില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം.
അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്ത ഡെഫിനിഷൻ ഒന്നും യൂസ് ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ ആദ്യം, ഇഫ് എ എൻ ഈസ് ഈക്വൽ ടു 7/10 പ്ലസ് 7/10² പ്ലസ് 7/10³ എക്സെട്ര പ്ലസ് 7/10⁻n, ഹൗ ലാർജ് മസ്റ്റ് n ബി ഫോർ 7/9 മൈനസ് an ടു ബി ലെസ് ദാൻ 10⁻⁻8? ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7/9 മൈനസ് an എന്നുള്ള ഈ ഒരു സീക്വൻസ് 10⁻⁸ ചെറുതാവണമെങ്കിൽ ഇവിടെ n എത്രയാണ് ചൂസ് ചെയ്യേണ്ടത്? n എവിടെ മുതൽ ചൂസ് ചെയ്താൽ ഈ ഒരു ക്വാണ്ടിറ്റി 10⁻⁸ ചെറുതാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ദെൻ ഫസ്റ്റ് ഈ ഒരു സീക്വൻസ് നോക്കാം. ഈ സീക്വൻസ് നിങ്ങൾ സീക്വൻസ് ആക്കിയിട്ട് ഏതാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ശരിക്കും A1 എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എന്നിന് 1 പുട്ട് ചെയ്താൽ 7/10. A2 എന്ന് പറയുകയാണെങ്കിൽ 7/10 പ്ലസ് അതായത് an എന്ന് പറഞ്ഞാൽ 7/10⁻n വരെയാണ്. ഓക്കെ, അപ്പോൾ n 2 കൊടുക്കുക. അപ്പോൾ അത് ഏത് വരെ ഉണ്ടാവും? 7/10 പ്ലസ് 7/10². A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/10 പ്ലസ് 7/10² പ്ലസ് 7/10³ ഇങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണിത് ശരിക്കും. അപ്പോൾ അതിൻ്റെ nth ടേമാണ് ഈ തന്നിട്ടുള്ളത്. an ഈസ് ഈക്വൽ ടു 7/10 പ്ലസ് 7/10² എക്സെട്ര പ്ലസ് 7/10⁻n. ഈ ഒരു സീക്വൻസ് നിങ്ങൾ മറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പ്ലസ് 2 പഠിച്ച ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു സീക്വൻസാണ് ജിയോമെട്രിക് സീക്വൻസ് എന്ന് പറയും. നിങ്ങൾ അരിതമെറ്റിക് പ്രോഗ്രഷനും ജോമെട്രിക് പ്രോഗ്രഷനൊക്കെ പഠിക്കുന്നുണ്ട് സീരീസുകൾ. അവിടെ പഠിക്കുന്ന ഒരു ജോമെട്രിക് സീരീസാണ്. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും AR AR² എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് അല്ലേ? ഫസ്റ്റ് ടേം ഉണ്ടാവും, പിന്നെ ഒരു കോമൺ റേഷ്യോ ആറിനെ കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തും ആറിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ ഏറി പോകുന്ന, അപ്പോൾ അതേ സീക്വൻസാണ് ഇത്. ഇതിൻ്റെ nth ടേം നോക്ക് നിങ്ങൾ അല്ലേ? 7/10 7/10² 7/10³ എക്സെട്ര. അപ്പോൾ ശരിക്കും ഇതിൽ എന്താണ്? ഇതൊരു ജോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം ഏതാണ്? ഫസ്റ്റ് ടേം A ഈസ് ഈക്വൽ ടു 7/10 ആൻഡ് കോമൺ റേഷ്യോ ആയിട്ട് വരുന്നത് ഏതാണ്? ശരിക്കും 7/10നോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 7/10² കിട്ടുക? 1/10 അല്ലേ? ദെൻ 7/10² അഗെയിൻ ഒരു 1/10 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 7/10³ കിട്ടും. സോ കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു 1/10. അപ്പോൾ എന്താണ്? an ഈസ് ദി ജോമെട്രിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് 7/10 ആൻഡ് കോമൺ റേഷ്യോ 1/10 എന്നാണ് കിട്ടും. അങ്ങനെയുള്ള ജോമെട്രിക് സീക്വൻസിൻ്റെ സമ്മ എന്താണെന്നൊക്കെ നിങ്ങളന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സമ്മ ആണെങ്കിൽ സമ്മ ഈക്വൽ ടു ശരിക്കും സമ്മ ഇവിടുത്തെ സമ്മ എന്ന് പറയുന്നത് നമ്മൾ an ആണ്. ഓക്കെ, ആ ജോമെട്രിക് സീക്വൻസിൻ്റെ ഒരു സമ്മ ഒരു ടേംസ് n വരെയുള്ള ടേംസ് ചെയ്താണെങ്കിൽ അതിൻ്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a × 1 - r⁻n/1 - r എന്നാണ്. ശരിക്കും ഒരു ജോമെട്രിക് സീക്വൻസിൻ്റെ സമ്മ n ടേംസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? a × 1 - r⁻n/1 - r എന്നാണ്. ഇവിടെ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ nth ടേമാണ്. an ആണല്ലോ ജോമെട്രിക് സീക്വൻസ് ആയിട്ട് വരുന്നത്. സോ അപ്പോൾ an എന്താണ്? നമ്മൾ ഇക്വേഷൻ ചെയ്ത് നോക്കാം. an ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം a എന്ന് പറഞ്ഞാൽ 7/10 × 1 - r⁻n എന്ന് പറഞ്ഞാൽ 1 - 10⁻n ഡിവൈഡ് ബൈ 1 - 1/10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതൊന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എന്താ വരിക? 7/10 ഈ ടേംസിന് അങ്ങനെ തന്നെ ഇതാണ് നമ്മൾ 1 - 1/10⁻n ബൈ ഇതെന്താ ശരി 10 - 1 എന്ന് പറയുമ്പോൾ 9/10 എന്ന് വരും. സോ ഈ 10ഉം 10ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ ടേം ടോട്ടൽ എത്രയാകും? 7/9 × 1 - 1/10⁻n. അപ്പോൾ an ഈക്വൽ ടു എന്താണ് കിട്ടിയത്? ഇപ്പോൾ എന്താണ് ഇപ്പോൾ കിട്ടിയത്? an ആണ് കേട്ടോ. an ഈസ് ഈക്വൽ ടു 7/9 × 1 - 1/10⁻n. നമ്മൾ ആ ജോമെട്രിക് സീക്വൻസിൻ്റെ സമ്മ കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് an എന്താണെന്ന് കിട്ടി? 7/9 × 1 - 1/10⁻n ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ടേം ഏതാണ്? നൗ കൺസിഡർ 7/9 മൈനസ് an അല്ലേ? 7/9 മൈനസ് an ലെസ് ദാൻ 10⁻⁻8 ആവാൻ നമ്മൾ ഏത് n മുതലാണ് ചൂസ് ചെയ്യേണ്ടത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 7/9 മൈനസ് an ഈക്വൽ ടു നമ്മളിപ്പോൾ
എൻ എന്താണെന്ന് കണ്ടുപിടിച്ചില്ലേ, അതിവിടെ പുട്ട് ചെയ്യുക. മൈനസ് എൻ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്, 7/9 ഇൻറ്റു 1 മൈനസ് 1/10n ആണ് കിട്ടി. സോ ഇതിനുള്ളിലേക്ക് ഗുണിച്ചാൽ ഈ 7/9 7/9 ക്യാൻസൽ ആവും. പിന്നെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണെങ്കിൽ 7/9 ഇൻറ്റു 1/10n ആണ് കിട്ടി. ദാറ്റ് ഈസ് 7/9 മൈനസ് n ഈസ് ഈക്വൽ ടു 7/9 ഇൻറ്റു 1/10n ആണ്. അപ്പോൾ ഇത് 7/9 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി പോയിന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും, ഇറ്റ് ഈസ് ലെസ് ദാൻ 1/10n ആണ്. ഒരു കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. അത് ലെസ് ദാൻ, കാരണം ഇതൊരു പോയിന്റുള്ള ക്വാണ്ടിറ്റി, അതുകൊണ്ട് പോയിന്റ് ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി ഗുണിക്കുമ്പോൾ എന്തായാലും ഇതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്താണ് കിട്ടിയത്, 7/9 മൈനസ് an ഈസ് ലെസ് ദാൻ 1/10n ഫോർ ഓൾ n കേട്ടോ. എല്ലാ നാച്ചുറൽ നമ്പർ എന്നിനും ഈ ഒരു ഇനീക്വാളിറ്റി ശരിയാവും. നമ്മളോട് ചോദിച്ചത് ഇത് ലെസ് ദാൻ 10⁻⁻8 ആവാണ് ഏത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി ഓൾവേസ് ലെസ് ദാൻ 10⁻⁻8 ആവണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒരു ഇതുണ്ടെങ്കിൽ ഏത് ജസ്റ്റ് നമുക്ക് എന്നിന് വാല്യൂ കൊടുത്തു നോക്കാം. അപ്പോൾ 7/9 മൈനസ് a1 ആണെങ്കിൽ ഇത് ലെസ് ദാൻ 1/10 അല്ലേ. ഇപ്പോൾ 7/9 മൈനസ് a2 വിച്ച് ഇസ് ലെസ് ദാൻ 1/10². അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി, 8 ആണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ 7/9 മൈനസ് a8 ഈസ് ലെസ് ദാൻ 1/10⁸. 1/10⁸ തന്നെയാണ് 10⁻⁻8 എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനകത്ത് 10⁻⁻8 എന്നാണ് ചോദിച്ചത്, അത് തന്നെയാണല്ലോ 1/10⁸ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 7/9 മൈനസ് a8 ഈസ് ലെസ് ദാൻ 1/10⁸ ആണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി ഈ 8ൻ്റെ മുകളിലേക്ക് ഏത് n, അതായത് 8 കഴിഞ്ഞാൽ 9. അപ്പോൾ ഈ 7/9 എന്നുള്ള ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് പിന്നെ നമ്മളിപ്പോൾ 7/9 നിന്ന് a8 ആണ് കുറച്ചത്. a8 എന്ന് പറയുമ്പോൾ ആ സീക്വൻസിനകത്ത് നമ്മൾ എന്താണ് 7/10 പ്ലസ് 7/10² പ്ലസ് 7/10³ എക്സെട്ര 7/10⁸ വരെയാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയുള്ളൊരു സമ്മാണ് ഈ 7/9 എന്ന് കുറയ്ക്കുന്നത്. ഓക്കെ, അത് കുറച്ചാൽ അത് 10⁸ ചെറുതാണ് ആണല്ലോ. ഇനി നമ്മൾ അടുത്തത് ഇപ്പോൾ ഇവിടെ a9 എന്ന് എടുത്തോളൂ. അപ്പോൾ a9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a8 വലുതാവും, കാരണം അതിൽ എക്സ്ട്രാ 7/10⁻9 കൂടെ വരുമല്ലോ, വരില്ലേ. അപ്പോൾ ഒന്നും കൂടെ വലിയ a8 വലുതാണ് a9. അപ്പോൾ ഈ 7/9 a8 വലിയൊരു ക്വാണ്ടിറ്റി കുറക്കുമ്പോൾ എന്തായാലും ഇതിനേക്കാളും ചെറുതായിരിക്കും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 7/9 നിന്ന് a8 ആണ് കുറയ്ക്കുന്നത്. ആ a8 കുറച്ചാൽ തന്നെ അത് 1/10⁸ ചെറുതാണ്. ഇനി അടുത്ത് നമ്മൾ 8ൻ്റെ മുകളിലേക്കുള്ള ഏതൊരു നമ്പർ എടുത്താലും എന്താണ്, a8 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു an ആയിരിക്കും ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 അല്ലേ. 8ൻ്റെ മുകളിലേക്കുള്ള ഏത് an എടുത്താലും a8 ചെറുതാണ്. അപ്പോൾ അതിനേക്കാളും വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഈ 7/9 നിന്നും കുറയ്ക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും, ഈ ഇനീക്വാളിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുമോ, ഇല്ല. അതെല്ലാം 10⁻⁸ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചൂസ് ചെയ്താൽ മതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ചൂസ് ചെയ്യും. 8 മുകളിലുള്ള ഏത് എടുത്താലും ഈ ഒരു ഇനീക്വാളിറ്റി, ഈ ഒരു ക്വാണ്ടിറ്റി എന്തായിരിക്കും, 10⁻⁸ കുറവായിരിക്കും. ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ ജോമെട്രിക് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ ആദ്യം a ഇങ്ങനെയാണ് എഴുതി, ഇത് നമുക്ക് തന്ന ആ ഒരു ക്വാണ്ടിറ്റി 7/9 മൈനസ് a പുട്ട് ചെയ്തു, ഇത് ലെസ് ദാൻ 1/10⁸ തന്നെയാണ് എഴുതി. സോ ഈ ഒരു ഇനീക്വാളിറ്റി 7/9 മൈനസ് a എന്നുള്ള ഈ ലെസ് ദാൻ 1/10⁸ എന്നുള്ള ഈ ഇനീക്വാളിറ്റി എല്ലാ എന്നിനും ട്രൂ ആണ്. സോ ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മളത് എന്താണ് 7/9 മൈനസ് a8 എന്ന് വരുമ്പോൾ വിച്ച് ഇസ് ലെസ് ദാൻ 1/10⁸ ആയിരിക്കും, അതായത് 10⁻⁸ ആയിരിക്കും. ദെൻ എന്താണ്, അപ്പോൾ പിന്നെ ഈ a8 മുകളിലേക്കുള്ള a9 a10 എന്നൊക്കെ വരുമ്പോൾ അത് a8 വലിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ആ 7/9 കുറയ്ക്കുമ്പം ചെറിയ സംഖ്യയാണ്. അപ്പോൾ അതെന്തായാലും 10⁻⁸ ചെറുതായിട്ടാണ് വരിക. സോ ചൂസ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. 8 വലിയ
ഏത് n ചൂസ് ചെയ്താലും 7/9 മൈനസ് an എന്ന് പറയുന്നത് 10⁻⁻8-നേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിൽ വരുന്ന വെറൈറ്റി ടൈപ്സ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ്സ്. എല്ലാ കേസിലും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, സം റൂള്, ഡിഫറൻസ് റൂള്, പ്രോഡക്റ്റ് റൂള്, കോൺസ്റ്റൻറ്റ് റൂൾ, അങ്ങനെയുള്ള കുറേ റൂൾസ് പറയുന്നുണ്ട്. റൂൾസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് പിന്നെ നോർമൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇങ്ങനെ ഡെഫിനിഷൻ യൂസ് ചെയ്തല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷേ ഈ പ്രോബ്ലംസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പഠിക്കണം. അബ്സല്യൂട്ട് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി പഠിക്കുക. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചോദിച്ച് കാണുന്നത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് സപ്ലിമെൻറ്റിന് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ പ്രോപ്പർട്ടീസും പ്രോബ്ലംസൊക്കെ ചെയ്യാം. ഓക്കെ.